വളരെ കൃത്യമായ വാർത്തയാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രേഖയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവർക്ക് കിട്ടിയ മൊഴി, അവരുടെ മുമ്പിൽ വന്നിട്ടുള്ള മൊഴി ആണ് ആ രേഖയിൽ ചേർത്തിരിക്കുന്നത്. അതിൽ പിണറായി വിജയന്റെ മറുചോദ്യം ഇത് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതല്ലേ എന്നുള്ളതാണ്. രേഖയുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ രേഖയൊക്കെ ഉണ്ടാവും, രേഖയുണ്ടെങ്കിൽ കാണിച്ചോട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. ലേക്കർ എന്ന കമ്പനി മകളുടേതാണോ എന്ന് ചോദിക്കുമ്പോൾ കമല ഇന്റർനാഷണൽ വിട്ടോ എന്ന് അദ്ദേഹം തിരികെ ചോദിക്കുന്നു. അപ്പോൾ ഈ വിഷയങ്ങൾക്ക് കൃത്യമായ മറുപടി പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഉണ്ടായിട്ടില്ലല്ലോ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡോക്യുമെന്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ റെയ്ഡ് പൂർത്തിയാക്കി. നേരത്തെ മെയ് മാസം അവസാനത്തിലാണ് റെയ്ഡ് നടത്തിയത്. അതിനുശേഷം ഫ്രീസിംഗ് ഉണ്ടായിരുന്നു. തുടർന്ന് പലരെയും ചോദ്യം ചെയ്തിരുന്നു. വീണ ടി അടക്കം ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപാകെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു ആപ്ലിക്കേഷൻ വെച്ചിരിക്കുകയാണ്. നേരത്തെ ഫ്രീസ് ചെയ്തത് അത് കൺഫേം ചെയ്യണം. അതിനുശേഷം കണ്ടുകെട്ടൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകണം. അപ്പോൾ അതിന് മുന്നോടിയായി കൊടുക്കുന്ന അപേക്ഷയാണ്, ആ ഇഡിയുടെ രേഖയാണ്. ആ രേഖയിലാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിൽ ഈ കേസിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. അതായത് പണം കൊടുത്തത് സ്വാഭാവികമായിട്ടും CMRL MD ആണ്, അല്ലെങ്കിൽ CMRL നിന്നാണ് പണം പോയിരുന്നത്. പണം പോയിരിക്കുന്ന ആൾ പറയുന്നു താൻ പണം നൽകിയത് ഈ വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ പേരിലാണ്, പിണറായി വിജയനുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് എന്ന്. വിത്തൗട്ട് സർവീസ് എന്ന കാര്യവും സൂചിപ്പിക്കുന്നു. ഇങ്ങനെ മൊഴിയുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയെ അറിയിക്കുകയാണ്. ആ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രേഖയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ ഈ CMRL എക്സാലോജിക് ഇടപാട് കേസ് ഈ എക്സാലോജിക്കിന്റെ പേര് മാത്രമാണ്, അല്ലെങ്കിൽ വീണയുടെ കമ്പനി എന്ന തരത്തിൽ വന്നിരുന്നത്. മാത്രമല്ല ഈ വീണയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോഴാണ് ഈ പറയുന്ന ലേക്കറിൻ്റെ, ഇപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമല ഇന്റർനാഷണൽ എന്ന കാര്യം വിട്ടോ എന്നാണ് ചോദിച്ചത്. പക്ഷേ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകിയില്ല. എങ്ങനെയാണ് ഈ കമ്പനിയുടെ രേഖകൾ വീണയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്നത്? വീണയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്നതാണെന്ന് അതിൽ കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല 15 ലക്ഷത്തോളം രൂപയുടെ ആ എമൗണ്ട് ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഇഡി തന്നെ വ്യക്തമാക്കുന്നത് ഈ പറയുന്ന 3 ഒന്ന് വീണയുടെ അക്കൗണ്ട്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന ലേക്കർ ഇന്ത്യ കോർപ്പറേഷന്റെ അക്കൗണ്ട്, കൂടാതെ എക്സാലോജിക്, അങ്ങനെ ഇത് 3 കൂടി കൂട്ടി ഏകദേശം 17 ലക്ഷത്തിലധികം രൂപ ഇത് ഫ്രീസ് ചെയ്തിട്ടുണ്ട് എന്നതാണ്. അതോടൊപ്പം തന്നെ CMRL ഉദ്യോഗസ്ഥരുടെയും CMRL ഉടമകളുടെ അടക്കം എമൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ നിർണായകമായിട്ടുള്ള ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഇഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ കണ്ടുകെട്ടൽ നടപടികൾ, അതോടൊപ്പം തന്നെ കൂടുതൽ പേർക്ക് സമൻസ് അയക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോകും. ഇത് വളരെ സ്വാഭാവികമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായി തന്നെയുണ്ട്. ഒന്ന്, ഈ രേഖകൾക്കൊക്കെ അപ്പുറം സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന ചില സംശയങ്ങളുണ്ട്. ഒന്ന്, ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് 2014-15. അപ്പോൾ അവർക്കുണ്ടാകുന്ന ക്ലയന്റ് ആരൊക്കെയാണ്? വളരെ ചെറുതായിട്ടുള്ള ചെറിയ എമൗണ്ട് കൈമാറുന്ന ക്ലയന്റുകളാണ് അവർക്കുണ്ടായിരുന്നത്. എങ്ങനെയാണ് ഇത്രയധികം വലിയ എമൗണ്ട് കൈമാറുന്ന ഒരു CMRLനെ പോലെ ഒരു സ്ഥാപനവുമായി ഇവർ ഒരു എഗ്രിമെന്റിലേക്ക് എത്തുന്നത്? അങ്ങനെ എത്തുന്ന ഘട്ടത്തിൽ അതിന്റെ ഭാഗമായി വരുന്നതെന്ന് പറയുന്നത് ഈ പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ് പിന്നീട് ഈ കരാറിലേക്ക് പോകുന്നത്. 2017 മുതൽ 20 വരെയാണ് പണം വന്നത്. ഇനി CMRL ഈ എക്സാലോജിക്കുമായിട്ടുള്ള കരാർ അവസാനിപ്പിച്ച ശേഷം ആറ്റ്ന എന്ന് പറയുന്ന സ്ഥാപനവുമായി കരാറിൽ ഏർപ്പെടുന്നുണ്ട് ഇതേ കാര്യങ്ങൾക്ക് തന്നെ. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന തുക എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള തുകയാണ്. അതായത് ഇല്ലാത്ത സേവനത്തിന് വലിയ തുക ഒരു കമ്പനിക്ക് നൽകുന്നു, മറ്റൊരു കമ്പനിയിൽ നിന്ന് സേവനം കിട്ടുമ്പോൾ അവർക്ക് വളരെ കുറച്ച് തുക കൊടുക്കുന്നു. മാത്രമല്ല ഇതിൻ്റെ ഒരു സമയം നോക്കുമ്പോൾ അത് വളരെ പ്രസക്തമാണ്. 2016 ശേഷമാണ് കരാർ വന്നിരിക്കുന്നത്. 2017 മുതൽ 20 വരെയാണ് എമൗണ്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല പിണറായി വിജയനുമായിട്ടുള്ള പേഴ്സണൽ ബന്ധത്തിന്റെ പേരിലാണ് പണം നൽകിയെന്നുള്ള മൊഴിയുമുണ്ട്. അപ്പോൾ ഒരു അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ഈ കേസുമായി ബന്ധപ്പെട്ട് സമഗ്രമായിട്ടുള്ള വിശദാംശങ്ങൾ അവർക്ക് കിട്ടിയിരിക്കുകയാണ്. മാത്രമല്ല ഇനി ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന വീണ ടിയോട് ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള സേവനങ്ങളുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടിയില്ല. മറിച്ച് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൻ നേരിട്ടാണ് ചില ഗൈഡൻസ് കൊടുത്തത്, അതോടൊപ്പം താൻ അവിടെ നേരിട്ട് പോയി കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. കൂടാതെ ചില രേഖകൾ ഉള്ളത് അത് ഈ പറയുന്ന എക്സാലോജിക്കിൻ്റെ സിസ്റ്റത്തിലായിരുന്നു, എക്സാലോജിക്ക് ഇപ്പോൾ പൂട്ടിപ്പോയി പ്രവർത്തിക്കുന്നില്ല തുടങ്ങിയ വളരെ പ്രതിരോധത്തിലാകുന്ന ചില മൊഴികളാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല ഏറ്റവും ഒടുവിൽ ഇഡി തന്നെ പറയുന്നു അവർ ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യവും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്.